കഞ്ചാവ് ലീഗലാക്കണം. ഇന്ത്യയിലാക്കില്ലെങ്കിൽ കേരളത്തിലാക്കണം. ചേട്ടൻ്റെ അഭിപ്രായം ആക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ചേട്ടാ കേരളത്തിൽ ലീഗലാക്കണം എന്ന് പറയുന്നത്? പിള്ളേരൊക്കെ അടിച്ചു വളരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഞ്ചാവ് ലീഗലാക്കണം. നമ്മുടെ നാട്ടിൽ ജൻസി ആളുകളുടെ ആവശ്യമായിക്കൊണ്ട് നമ്മൾ കണ്ട വീഡിയോ ആണ്. ലഹരി സാർവത്രികമാക്കണം എന്ന് ആവശ്യപ്പെടുന്ന നിരീശ്വരവാദികളായ യുക്തിരഹിതവാദികളെ നമ്മൾ കാണുന്നുണ്ട്. യു ഓൺലി ലിവ് വൺസ്. ഈ ലോകത്ത് ഒരു വട്ടം മാത്രമാണ് ജീവിക്കുക. അതുകൊണ്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി തങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കണം എന്നാണ് ഈ ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത്. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ ലഹരിക്കെതിരെ പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ലഹരി കൃത്യമായി കൊണ്ട് ഇവിടുന്ന് തുടച്ചു മാറ്റപ്പെടുന്നില്ല. കള്ളുഷാപ്പുകൾ അടച്ചുപൂട്ടത് തുറക്കുന്ന, ബാറുകൾ സാർവത്രികമാക്കുന്ന നടപടികളൊക്കെ നിയമങ്ങളൊക്കെ സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ അവർ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ലഹരിയുടെ ഉപയോഗവും അതിൻ്റെ വ്യാപനവും അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം. എങ്ങനെയാണ് ഇതിനെ ഇല്ലാതാക്കുക? ഇതിനെങ്ങനെയാണ് ഒരു തടയിടുക? ആളുകളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു സംഗതി പക്ഷെ നടപ്പിലാക്കുക മാത്രം ചെയ്യുന്നില്ല. അറബിയിലൊരു കവിതയുണ്ട്. ഇദാ മിത്തു ഫദ്ഫിനി അലാ ജംബി കിർമത്തിൻ തുറുവി ഇളാമി ബഅദ മൗതി ഉറൂഖുഹ. ഞാൻ മരിച്ചാൽ നിങ്ങളെന്നെ മുന്തിരിവള്ളിക്ക് കീഴെ നിങ്ങളെന്നെ കുഴിച്ചിടണം. എനിക്കെൻ്റെ മരണത്തിന് ശേഷവും എൻ്റെ എല്ലുകൾക്ക് ആ മുന്തിരിവള്ളിക്ക് കീഴെ നിന്ന് മുന്തിരിവള്ളിയുടെ ലഹരി എനിക്ക് നുകരാൻ സാധ്യമാകുമല്ലോ. വലാ തദ്ഫനന്നി ബിൽ ഫലാത്തി ഫഇന്നനി അഖാഫു ഇദാ മാ മിത്തു അല്ല അദൂഖുഹ. നിങ്ങൾ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആളുകളെ ഒക്കെ നിങ്ങൾ മറമാടുന്ന ഒരു വിജനപ്രദേശത്ത് അല്ലെങ്കിൽ ഒരു പൊതു ശ്മശാനത്തിൽ നിങ്ങൾ എന്നെ കുഴിച്ചിട്ട് വരരുത്. കാരണം മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലഹരി നുകരാൻ കഴിയില്ല എന്ന് ഞാൻ പേടിക്കുന്നു എന്നാണ് ആ കവിതയുടെ ആശയം. മറ്റൊരു കവിതയുടെ ആശയം ഇങ്ങനെയാണ്. ഈച്ച തൻ്റെ പാനപാത്രത്തിൽ അഥവാ മദ്യക്കോപ്പയിൽ വീണ് മരിച്ചപ്പോൾ ആ ഈച്ചയെ കയ്യിലേക്ക് എടുത്തുകൊണ്ട് ആ ഈച്ചയെ നോക്കിക്കൊണ്ട് ആ വ്യക്തി പാടിയത്രേ, അല്ലയോ ഈച്ചയെ, നീ എത്ര ഭാഗ്യവാനാണ്, നിനക്ക് മദ്യത്തിൽ വീണ് മരിക്കാൻ കഴിഞ്ഞല്ലോ, എനിക്കത് സാധ്യമാകുന്നില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഈ കവിതകളൊക്കെ രചിക്കപ്പെടുന്നത്, ഈ പാട്ടുകൾ പാടുന്നതൊക്കെ 6-ാം നൂറ്റാണ്ടിലാണ്. ഡാർക്ക് ഏജ് എന്ന് ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട ഇരുണ്ട യുഗം എന്ന് പറയപ്പെടുന്ന 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിന് തുടക്കത്തിലുമാണ് ഈ കവിതകളൊക്കെ രചിക്കപ്പെടുന്നത്. ഈ ആളുകൾക്കിടയിലേക്കാണ് 7-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ സമയത്താണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുകയും നിയുക്തനാവുകയും ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനാക്കി നിയോഗിക്കുന്നത് ഈ സമയത്താണ്, അഥവാ മദ്യത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്ക്. എന്നാൽ പിന്നീട് ആ സമൂഹം എങ്ങനെയാണ് മാറിയത്? ആ സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ പരിചയപ്പെടുത്തിയത് കുന്തും ഖൈറ ഉമ്മ, ഏറ്റവും ഉന്നതമായ ടോപ്പ് സമൂഹം അത് നിങ്ങളാണ് എന്നാണ്. ലോകത്തിന് മുഴുവൻ മാതൃകയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്തുകൊണ്ട്? എല്ലാ തരത്തിലും അവർ ഉന്നതന്മാരായി മാറിക്കഴിഞ്ഞു. മദ്യത്തിൻ്റെ കോപ്പയിൽ വീണ് മരിക്കണമെന്നാഗ്രഹിച്ച, മദ്യക്കോപ്പയിൽ വീണ് മരിച്ച ഈച്ചയെ നോക്കി നീ എന്ത് ഭാഗ്യവാനെന്ന് പാട്ടുപാടിയ, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മദ്യം നുകരാൻ അവസരമുണ്ടാകണമെന്നാഗ്രഹിച്ച ആളുകൾ പിന്നീട് മദ്യം നുകരുന്നത് തന്നെ വലിയ പാതകമായി കണ്ട് ഒരിക്കലും നുകരാത്ത അവസ്ഥയിലേക്ക് അവർ മാറി. മദ്യത്തിൻ്റെ ചഷകങ്ങൾ അത് സ്വയം പൊട്ടിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. എങ്ങനെയാണ് മാറിയത്? വിശുദ്ധ ഖുർആൻ, വിശുദ്ധമായ ഇസ്ലാം കൃത്യമായ പാഠം നമുക്ക് ഇതിന് നൽകുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യമുക്ത സമൂഹത്തെ അക്ഷരാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രവാചകനാണ്. മദ്യത്തിൽ മുങ്ങിക്കുളിച്ച ഒരു സമൂഹത്തെ പരിപൂർണമായ മദ്യം ഒരിക്കലും ഉപയോഗിക്കാത്ത അവസ്ഥയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്ന് സൂറത്തുൽ മാഇദയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചപ്പോൾ ഇൻതഹൈന യാ റസൂലല്ലാഹ്, റസൂലേ ഞങ്ങളിതാ ഒഴിവായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണമായും അവർ മാറി നിന്നിരുന്നു. ഈ ആയത്തിൻ്റെ അവതരണത്തിൻ്റെ സന്ദർഭത്തിൽ ചില ആളുകൾ ഈ ആയത്ത് അവതരിച്ചുവെന്ന് നാടുനീളെ പറഞ്ഞ്
നാടുനീളെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ഈ ആയത്ത് കേൾക്കുന്നത് പരിപൂർണമായും ഒഴിവാക്കണമെന്ന ആയത്ത് കേൾക്കുന്ന ചില ആളുകൾ മദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ തങ്ങളുടെ കൈകളിലുണ്ടായിരുന്ന മദ്യത്തിൻ്റെ കോപ്പ അവർ വലിച്ചെറിഞ്ഞുവെന്നാണ്. ചില ആളുകളുടെ വായിൽ മദ്യം ഉണ്ടായിരുന്നു, അവർ തുപ്പിക്കളഞ്ഞുവെന്നാണ്. ചില ആളുകൾ ഇറക്കിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഛർദ്ദിച്ചു കളഞ്ഞുവെന്നാണ്. കച്ചവടം ചെയ്തിരുന്ന ആളുകൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുള്ള മദ്യങ്ങൾ, അതിൻ്റെ വലിയ ചഷകങ്ങൾ അവർ തന്നെ തച്ചുടച്ചുകൊണ്ട് പരിപൂർണമായും പൊട്ടിച്ചു കളഞ്ഞ് ഇനി എനിക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞുവെന്നാണ്. എങ്ങനെയാണിത് സാധ്യമാകുന്നത്? വിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ആ ആശയത്തിനാണ് മദ്യത്തെ പരിപൂർണമായും ഇല്ലാതാക്കാൻ കഴിയുന്നത്. ലഹരിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്നത് അവർക്ക് മാത്രമാണ്. ലഹരിയെ, സിന്തറ്റിക് ലഹരിയെ പരിപൂർണമായും എതിർക്കുകയും അതില്ലാതാക്കാൻ വേണ്ടി പലതരം ക്യാമ്പയിനുകൾ നടത്തുകയും അതേ സന്ദർഭത്തിൽ മറുഭാഗത്ത് മദ്യമെന്ന് പറയുന്ന, കള്ള് എന്ന് പറയുന്നതിനെ സാർവത്രികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും ഇവിടെ ലഹരി ഇല്ലാതാവുകയില്ല. മദ്യവും ലഹരിയാണ്, കള്ളും ലഹരിയാണ്, പൊടിയും MDMA തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം ലഹരിയാണ്. ഈ എല്ലാ ലഹരിയെയും ഒരേ രൂപത്തിൽ പരിപൂർണമായും തുടച്ചു മാറ്റിയാൽ മാത്രമാണ് സമൂഹത്തെ ലഹരിമുക്തമാക്കാൻ സാധ്യമാകുന്നത്. അതിന് ഈ ലഹരിയെ ഇല്ലാതാക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങൾ ഇത് ഉപയോഗിക്കാതിരിക്കാൻ മാത്രമുള്ള മാനസികാവസ്ഥയിലേക്ക് അവരെ മാറ്റിക്കൊണ്ടുവരാൻ കൂടി സാധ്യമാകേണ്ടതുണ്ട്. അതെങ്ങനെ സാധ്യമാകും? അത് യഥാർത്ഥമായ പരലോക വിശ്വാസത്തിന് മാത്രമാണ് സാധ്യമാക്കുന്നത്. നിങ്ങൾ നോക്കൂ, സമൂഹത്തിൽ ലഹരിയെ വ്യാപകമാക്കാൻ വേണ്ടി ഘോരഘോരം സംസാരിക്കുന്ന, അതിനുവേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന, അതിനുവേണ്ടി ആവശ്യപ്പെടുന്ന ആളുകളും അവരുടെ വിശ്വാസത്തെ പരിശോധിച്ച് നോക്കൂ. അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്ന, ദൈവത്തെ പരിപൂർണ്ണം നിഷേധിക്കുന്ന യുക്തിവാദികൾ എന്ന സ്വമേധയാ പ്രഖ്യാപിക്കുന്ന ആളുകളാണ്. യുക്തിവാദികളുടെ വലിയ അപ്പോസ്തലന്മാരായിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന, യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും നാഴികക്ക് 40 വട്ടം ഇസ്ലാമിനെ മാത്രം കളിയാക്കാൻ വേണ്ടി പേനയും നാവും മുന്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ലഹരി സാമ്പത്തികമാക്കണമെന്ന് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിൽ വിശ്വാസമില്ല, ദൈവത്തിൽ വിശ്വാസമില്ല, അവർക്ക് എന്തും ചെയ്യാം. അങ്ങനെയുള്ള ആളുകളെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ദൈവവിശ്വാസമില്ലാത്ത, പരലോക വിശ്വാസമില്ലാത്ത, പരലോകബോധമില്ലാത്ത ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് ഇവിടെ ലഹരി ഇല്ലാതാക്കാൻ സാധ്യമാകുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ചും ആ പ്രവാചകൻ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചും മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ എല്ലാം ഉമ്മ, വിശ്വാസികളുടെ ഉമ്മ പറയുന്നൊരു വാചകമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ലൈംഗിക വീഴ്ച, നിങ്ങൾ അനാവശ്യ വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ പോകരുത്, നിങ്ങൾ പലിശ ഭുജിക്കരുത്, നിങ്ങൾ അന്യായമായി അന്യനെ സ്വത്ത് ഭുജിക്കരുത്, നിങ്ങൾ അക്രമം നടത്തരുത് എന്നിങ്ങനെയുള്ള ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം മക്കയിൽ അന്ന് യഥേഷ്ടം നടന്നിരുന്ന കാര്യങ്ങളായിരുന്നു. തനിക്ക് ആളുകളുമായി തല്ലുകൂടുക എന്നത് ഒരു ഹോബിയാക്കി മാറ്റിയവരായിരുന്നു. തൻ്റെ ഉറയിൽ നിന്നും ഒരു വാള് പുറത്തേക്ക് ഊരിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് രക്തക്കറ പുരണ്ടിട്ടല്ലാതെ തിരിച്ചതിലേക്ക് വെക്കാൻ അവർ സന്നദ്ധമായിരുന്നില്ല. മദ്യത്തിന് വേണ്ടിയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. മദിരാക്ഷിക്ക്, പെണ്ണുപിടുത്തത്തിന് വേണ്ടി അല്ലെങ്കിൽ വ്യഭിചാരത്തിന് വേണ്ടി നടന്നിരുന്ന സ്ത്രീകളും പുരുഷന്മാരും അവിടെ ഉണ്ട്. എല്ലാവരും അതിൻ്റെ ആളുകളായി മാറിയിരുന്നു. അങ്ങനെയുള്ളൊരു സമൂഹത്തെ നിങ്ങളിത് ചെയ്യരുത് എന്നാണ് അവർ ആദ്യം പറഞ്ഞതെങ്കിൽ ആരും പ്രവാചകൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് വന്ന് അവർക്ക് ആദ്യം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അഥവാ നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. നിങ്ങളെ ഉമ്മയുടെ വയറ്റിൽ നിങ്ങൾ കൃത്യമായി കൊണ്ട് പോറ്റി വളർത്തിക്കൊണ്ടുവന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നത് അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നുള്ള അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായ ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ഈ അള്ളാഹു നിങ്ങളെ സദാസമയം കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ സദാസമയം കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്ന ബോധമാണ് അവർക്ക് ആദ്യം കൊടുത്തത്. അതോടൊപ്പം തന്നെ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ജീവിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള പ്രതിഫലം നാളെ പരലോകത്ത് നൽകും. നിങ്ങൾ നന്മയാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്കവിടെ സ്വർഗമുണ്ടാകും, നിങ്ങൾക്കവിടെ നേട്ടമുണ്ടാകും. നിങ്ങൾ തിന്മകളാണ് ചെയ്യുന്നതെങ്കിൽ, തോന്നിവാസങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്കവിടെ ശിക്ഷയുണ്ടാകും, നരകമുണ്ടാകുമെന്ന് പരലോകബോധവും റബ്ബിനെക്കുറിച്ചുള്ള ചിന്തയും ബോധ്യവും അവർക്കുണ്ടാക്കി കൊടുത്തപ്പോൾ പിന്നീട് ഇതാ മദ്യം തിന്മയാണ്, വ്യഭിചാരം തിന്മയാണ്, പലിശ തിന്മയാണ് എന്നിങ്ങനെ തിന്മകൾ അവർ പരിചയപ്പെടുന്നതോടുകൂടി തന്നെ ഈ റബ്ബിന് വേണ്ടി, ഈ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ മദ്യമന തിന്മ ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചവരായിരുന്നു സഹാബികൾ. അങ്ങനെയാണ് അവർ ഉന്നതന്മാരായി മാറിയത്. അതേ രൂപത്തിൽ യഥാർത്ഥമായി വിശ്വാസം മനസ്സിലേക്ക് ഊട്ടിയുറപ്പിച്ചാൽ
ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട്. ആ ലോകത്ത് കൃത്യമായിക്കൊണ്ട് ഒമയ്യ അമൽ മിസ്കാല ദർറത്തിന് ഖൈറയ്യറ ഒമയ്യ അമൽ മിസ്കാല ദർറത്തിന് ഷർറയ്യറ. അണുമണി തൂക്കമാണ് നന്മ ചെയ്തതെങ്കിൽ അതിനുള്ള നന്മയും അതിനുള്ള പ്രതിഫലം അവിടെ ഉണ്ടാകും. അണുമണി തൂക്കമാണ് തിന്മ ചെയ്തതെങ്കിൽ അതും അവിടെ കാണുമെന്നുള്ള ആ ഒരു ബോധ്യം മനസ്സിലുണ്ടാക്കിയെടുത്താൽ നമുക്ക് തിന്മകളിൽ നിന്നും പരിപൂർണമായും മാറി നിൽക്കാൻ കഴിയും. ആ രൂപത്തിൽ മാത്രമേ നമുക്ക് മദ്യമുക്തമായിക്കൊണ്ട് ലഹരിമുക്തമായിക്കൊണ്ട് ഈ സമൂഹത്തെ മാറ്റിയെടുക്കാനും സാധ്യമാവുക മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ, ദൈവബോധം ഉണ്ടാക്കിയെടുക്കുവാൻ, പരലോകബോധം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാവുക. നമ്മുടെ ചുറ്റുമുള്ള ലഹരിയിൽ മുങ്ങിക്കുളിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഈ തരത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ലഹരിയുടെ എല്ലാ തിന്മകളും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിനുള്ള പരലോകത്തുള്ള അതിൻ്റെ പ്രയാസം കൂടി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പരലോകത്ത് സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു നിങ്ങൾക്ക് മദ്യം നൽകും. ആ മദ്യം എന്ന് പറഞ്ഞാൽ ലഹരി ഉണ്ടാക്കാത്ത, നിങ്ങളുടെ തലച്ചോറിനെ ഇല്ലാതാക്കി കളയുന്ന കാര്യങ്ങളൊന്നുമില്ലാത്ത, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യന് നല്ലത് മാത്രം ലഭിക്കുന്ന മദ്യം പരലോകത്ത് നൽകും. ആർക്കാണ്? അത് ഈ ലോകത്ത് മദ്യം നുകരാത്ത ആളുകൾക്ക് മാത്രമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന മ്ലേച്ഛമായ ഒരു പാനീയം, നരകത്തിൽ കടന്ന എരിയുന്ന കുറ്റവാളികളുടെ രക്തവും ചലവും കൂട്ടിച്ചേർത്തുണ്ടാക്കിയ തീനത്തുൽ ഖബാൽ എന്ന പാനീയം, അത് നരകത്തിൽ കുടിക്കാൻ കൊടുക്കുന്നത് ഇഹലോകത്ത് ലഹരി ഉപയോഗിച്ച മദ്യം ഉപയോഗിച്ച ആളുകൾക്കാണെന്ന് പ്രവാചകനെ പഠിപ്പിച്ചു. ആ ബോധ്യം മനസ്സിലുണ്ടാക്കുമ്പോൾ തിന്മകളിൽ നിന്ന്, ലഹരിയിൽ നിന്ന് പരിപൂർണമായിക്കൊണ്ട് മാറി നിൽക്കാൻ കഴിയും. ആ നിലക്ക് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.